2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹൈക്കമാൻഡ് കൃത്യമായും ഉറപ്പിച്ച് കേരള നിയമസഭയിൽ മത്സരിക്കണം എന്ന് പറഞ്ഞ രണ്ട് പേരുകളാണ് ഉള്ളത്. ഒന്ന്, മുൻ KPCC അധ്യക്ഷനായിരുന്ന VM സുധീരൻ. അദ്ദേഹം തൃശ്ശൂരിലെ മണലൂരിൽ വീണ്ടും മത്സരിക്കണം എന്ന ആവശ്യം ഉയർന്നു വന്നിരിക്കുകയാണ്. 4 തവണ തുടർച്ചയായി മണലൂരിൽ ജയിച്ചിട്ടുള്ള വ്യക്തിയാണ് VM സുധീരൻ. മുൻ മന്ത്രിയും സ്പീക്കറും ഒക്കെ ആയിരുന്ന വ്യക്തിയാണ്. ശക്തമായിട്ടുള്ള ഒരു സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഉടമ കൂടിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ K സുധാകരൻ, അദ്ദേഹം കണ്ണൂരിൽ മത്സരിക്കണം എന്ന ആവശ്യം ഉയർന്നു വരികയാണ്. കാരണം പാർട്ടിയെ എല്ലാ തരത്തിലും ശക്തിപ്പെടുത്തി വിജയിക്കേണ്ടത് ഉറപ്പിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് 2026 മുഖ്യമന്ത്രി മോഹവുമായി ആരും ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് തന്നെയാണ് AICC നേതൃത്വം പറഞ്ഞിരിക്കുന്നത്. അത് കൃത്യമായും പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തീരുമാനിക്കും. അതായത് MLA മാർ ജയിച്ചതിന് ശേഷം തെരഞ്ഞെടുക്കും. അതുവരെ ആ രീതിയിലുള്ള ചർച്ചയൊന്നും തന്നെ വേണ്ട. അത് ജനകീയമായിട്ട് വലിയ തോതിൽ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അതിനകത്ത് ഇന്റേണലായ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ആവശ്യമില്ല. ഉൾജനാധിപത്യം കാത്തു സൂക്ഷിക്കുന്ന കോൺഗ്രസിന് നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാൻ വലിയ പ്രയാസമില്ല. MLA മാർ വോട്ടെടുപ്പ് നടത്തുമ്പോൾ അത് സ്വാഭാവികമായും പ്രകടമാകും. സഖ്യകക്ഷികളുടെ സീറ്റ് നില കൃത്യമായും വീതിക്കും. സുധീരൻ കൃത്യമായും മണലൂരിൽ മത്സരിച്ചാൽ മാത്രമേ തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസിന് തിരിച്ചുവരവിന് സാധ്യതയുള്ളൂ. തൃശ്ശൂരിൽ അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവ് കൂടിയാണ് VM സുധീരൻ എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം മത്സരിച്ചാൽ കോൺഗ്രസിൻ്റെ ഗ്രാഫ് വളരുകയുള്ളൂ എന്നതാണ് വ്യക്തമാകുന്നത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ളവർ ഒരുപക്ഷെ തിരിച്ച് മത്സരിക്കേണ്ട അനിവാര്യത വരുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. കാരണം അത്രയേറെ മികച്ച രീതിയിൽ കോൺഗ്രസിന് തിരിച്ചു വരവ് ആഘോഷിക്കേണ്ട സമയം കൂടിയാണ്. പിണറായി വിജയൻ്റെ ദുർഭരണം അത് ജനങ്ങളിലേക്ക് ഉണ്ടാക്കിയ നിസ്സഹായമായ അവസ്ഥ അതൊക്കെ അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും വിന്നബിലിറ്റി എന്ന് പറയുന്നത്, ഇലക്ഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മറ്റൊരു സ്ട്രാറ്റജി തന്നെയാണ്. ഇലക്ഷൻ സമയത്ത് നിരവധിയായ ഫ്രീബീസ് പൊളിറ്റിക്സ്, അതായത് സൗജന്യ പദ്ധതികൾ അവതരിപ്പിച്ചാണ് ഇടതുപക്ഷം താൽക്കാലികമായി കയ്യടി നേടി എക്കാലവും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഭരണത്തിലേക്ക് കയറുന്നത്. എന്നാൽ ആ താൽക്കാലിക ഭരണത്തിന്, ആ താൽക്കാലിക അട്ടിമറിക്ക് വിരാമമിടുക എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ മഹനീയമായ കാര്യമാണെന്ന് കൃത്യമായും AICC നേതൃത്വം വ്യക്തമാക്കിയിരിക്കുകയാണ്. KC വേണുഗോപാൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് അതിപ്പോൾ പറയാറായിട്ടില്ല എന്നതാണ് ഹൈക്കമാൻഡിൽ നിന്നുള്ള നിർദ്ദേശം. എന്തു തന്നെ ആയിരുന്നാലും മുൻനിര നേതാക്കൾ മാറ്റുരയ്ക്കുന്ന തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നതിൽ ശക്തമായിട്ടുള്ള കാര്യമുണ്ട്. TN പ്രതാപനെ തൃശ്ശൂരിൽ മത്സരിപ്പിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യവും വലിയ തോതിൽ ചർച്ച ചെയ്യുകയാണ്. കാരണം തൃശ്ശൂർ ലോക്സഭാ സീറ്റിൽ അമളിയുണ്ടായതിൻ്റെ കാരണക്കാരൻ അതിൽ താൻ വ്യക്തമായ പഠനം നടത്താതെയാണ് എടുത്തു ചാടിയതെന്ന് K മുരളീധരൻ തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. തൃശ്ശൂരിൽ ഒരുപക്ഷെ വലിയ തോതിലുള്ള അടിയൊഴുക്ക് മനസ്സിലാക്കാൻ താൻ പരാജയപ്പെട്ടിരുന്നു എന്ന് K മുരളീധരൻ പറയുകയുണ്ടായി. എന്നാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വിശദമായി മനസ്സിലാക്കപ്പെടുന്നത് തീർച്ചയായും ഒരു ഇഞ്ചോടിഞ്ച് മത്സരം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ UDFന് 80-ന് മേൽ സീറ്റ് ലഭിക്കുക എന്നത് ദുർഘടം പിടിച്ച കാര്യമാണ്. അധികാരത്തിൻ്റെ ദുർവിനിയോഗം എല്ലാ തരത്തിലും നടത്തുന്ന പിണറായിക്ക് അധികാരം നിലനിർത്താനുള്ള പല കുറുക്ക് വഴികളും അറിയാമെന്നുള്ളത് കാലാകാലങ്ങളിലായി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള അന്തർധാരകളെയൊക്കെ മറികടന്ന് വേണം തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ളത്. ഒരേ സമയം ഇടതുപക്ഷത്തിൻ്റെയും BJPയുടെയും വർഗീയതയെ എതിർക്കേണ്ട ഒരു കൂട്ടുത്തരവാദിത്തം UDFൽ വന്നിരിക്കുന്നു എന്നും കൃത്യമായി മുന്നണി യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട്.